പരാജയം സമ്മതിച്ച് AP അധ്യക്ഷൻ കെജ്രിവാൾ രംഗത്തെത്തിയെങ്കിലും അതുകൊണ്ടൊന്നും തീരുന്നതല്ല ആം ആദ്മിയുടെ ക്ഷീണം. മാനിഫെസ്റ്റോയിൽ വലിയ വാഗ്ദാനങ്ങൾ വന്നെങ്കിലും BJPയുടെ മാനിഫെസ്റ്റോയെ ജനം മുഖവിലക്കെടുത്തു എന്ന് വേണം കരുതാൻ. കെജ്രിവാൾ കി ഗ്യാരണ്ടിയെ തള്ളിയ ജനം മോദി കി ഗ്യാരണ്ടിക്ക് വോട്ട് ചെയ്തു. കെജ്രിവാൾ കി ഗ്യാരണ്ടി എന്ന പേരിൽ 15 ഉറപ്പുകളാണ് AAP വോട്ടർമാർക്ക് വാഗ്ദാനം ചെയ്തത്. പ്രധാനമായും യുവാക്കൾ, പ്രായമായവർ, സ്ത്രീകൾ എന്നിവരെ ലക്ഷ്യമിട്ട വാഗ്ദാനങ്ങൾ. വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും യുവാക്കളെയും മുൻനിർത്തിയായിരുന്നു BJP പ്രകടന പത്രിക. ജാതി സെൻസസ് നടപ്പാക്കുമെന്നതായിരുന്നു കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനം. AAPയെയും BJPയെയും പോലെ സ്ത്രീകളും യുവാക്കളും ശുദ്ധജലവും കോൺഗ്രസിന്റെയും വാഗ്ദാനങ്ങളായി. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രകടന പത്രിക ജനം വിശ്വാസത്തിലെടുത്തു. 1/4 നൂറ്റാണ്ടിനിപ്പുറം ഡൽഹി കോട്ട BJP കൈപ്പിടിയിലൊതുക്കുമ്പോൾ കെജ്രിവാൾ സർക്കാരിനെ ഇല്ലാതാക്കിയത് അഴിമതി ആരോപണങ്ങളും ശുദ്ധജലമടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങളുമാണ്. മദ്യനയ അഴിമതി കേസും ശീഷ് മഹൽ വിവാദവും യമുനാ നദീ വിഷയവും AAP നേതൃത്വത്തെ പതർച്ചയിലാക്കി. ഹരിയാന UP സർക്കാർ ചേർന്ന വിഷജലം യമുനയിലേക്ക് ഒഴുക്കുന്നുവെന്ന ആരോപണം കെജ്രിവാളിന് തിരിച്ചടിയായി. നദീ വിഷയത്തിൽ കോൺഗ്രസും BJPയും ഒറ്റക്കെട്ടായാണ് AAPക്കെതിരെ ആഞ്ഞടിച്ചത്. കെജ്രിവാൾ അഴിമതികളുടെ സൂത്രധാരനെന്ന തെരഞ്ഞെടുപ്പ് വേദികളിലെല്ലാം രാഹുൽ ഗാന്ധിയും BJPക്കൊപ്പം ചേർന്ന് കടന്നാക്രമിച്ചു. ഭരണവിരുദ്ധ തരംഗം സംഭവിച്ചുവെന്നതാണ് സത്യം. അഴിമതിക്കെതിരെ കുരിശുയുദ്ധ പ്രഖ്യാപനം നടത്തി ജനശ്രദ്ധ പിടിച്ച പാർട്ടി അഴിമതി ആരോപണത്തിൽ തെന്നിവീണ കാഴ്ചയുടെ ബാലൻസ് ഷീറ്റാണ് ഡൽഹി നിയമസഭാ ഫലം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.